പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാരിന് 3 വയസ്സ് തികയാൻ ഇനി 2 മാസം മാത്രം ബാക്കിയാണുള്ളത്. കേരളത്തെയാകെ നവീകരിക്കുക എന്ന ദീർഘവീക്ഷണത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ വാദം. എന്നാൽ സർവ്വമേഖലയിലും അഴിമതി നടത്തുക എന്ന ഒറ്റ ലക്ഷ്യമായി പിണറായി സർക്കാർ മുന്നേറുന്നു. ഭരണത്തുടർച്ചയുടെ ദുരന്ത ഫലങ്ങളാണ് കേരളം ഇന്ന് അനുഭവിക്കുന്നത്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതൊരു സർക്കാരല്ല, കൊള്ളസംഘമാണ്. ഭരണകൂട ഭീകരതയുടെയും പ്രത്യാഘാതങ്ങളുടെയും പിണറായി രാഷ്ട്രീയവും ചേർന്ന ഭീതിതമായ ദിനങ്ങളിലൂടെയാണ് ഓരോ മലയാളികളുടെയും ഇന്നത്തെ ജീവിതം. പിണറായി വിജയൻ ആരാണെന്നാണ് CPM ധരിച്ചിരിക്കുന്നത്? ആരാണെന്നാണ് പിണറായി വിജയൻ സ്വയം ധരിച്ചു വച്ചിരിക്കുന്നത് എന്ന് ജനങ്ങളുടെ ചോദ്യത്തെ ഒരുപക്ഷെ അവഗണിച്ചേക്കാം. പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഇടതു ധാർമ്മികതയുടെ മൊത്ത കച്ചവടക്കാരായി സ്വയം അവതരിക്കുന്ന പാർട്ടി. ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം ക്രമക്കേടെന്ന് ഉത്തരവിൽ കണ്ടെത്തിയാൽ പോലും അഴിമതിയെക്കുറിച്ച് വിശദീകരിക്കാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഭരണാധികാരിയോ, അങ്ങനെ ഒരു ജനാധിപത്യ ഭരണമോ, അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കുന്ന ഏറ്റുപാടുന്ന ഒരു ജനാധിപത്യ പാർട്ടിയും, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യത സ്വയം ഏറ്റെടുക്കുന്ന പാർട്ടിയും, പേടിച്ചോടുന്ന പ്രതിപക്ഷവും. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഴിമതിയുടെ വിപ്ലവമാണ്, കൂട്ടുകച്ചവടത്തിൻ്റെ വിപ്ലവമാണ്, ഒത്തുതീർപ്പിൻ്റെ വിപ്ലവമാണ്. കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട അഴിമതി. മകളുടെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ഭരണാധികാരി എന്തുകൊണ്ടാണ് സ്വന്തം പുത്രിയുടെ ഇത്രയും നാണം കെട്ട അഴിമതിയോട് കമ്മ എന്നൊരക്ഷരം പോലും ഇതുവരെയും മിണ്ടാത്തത്? പാർട്ടി സെക്രട്ടറി പറയുന്നത് പോലെ ഇതൊരു ആരോപണമല്ല കേട്ടോ, കണ്ടെത്തലാണ്, ഉത്തരവാണ്. മുഖ്യമന്ത്രിയുടെ മകൾ ഒരു സേവനവും ചെയ്യാതെ കോടികൾ മാസപ്പടി പറ്റിയെന്നത് മാധ്യമങ്ങളുടെ കണ്ടെത്തലല്ല, നികുതി തർക്കങ്ങൾ പരിഹരിക്കുന്ന ബോർഡിൻ്റെ ഉത്തരവാണ്, ഔദ്യോഗിക രേഖയാണ്, 4 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലുള്ള കണ്ടെത്തലാണ്. എന്നിട്ട് എല്ലാത്തിൻ്റെയും പഴി മാധ്യമങ്ങളുടെ തലയിൽ. മാധ്യമങ്ങൾ എന്ത് ചോദ്യം ആരാഞ്ഞാലും ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുന്ന ഭരണാധികാരി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ നല്ല പ്രസംഗം സാർ എന്ന് പറഞ്ഞതിന് അവതാരികയോട് ക്ഷൂഭിതനായ പിണറായി ഒടുവിലായി നാം കണ്ടു. ഇതിപ്പോൾ മാധ്യമങ്ങൾക്ക് വാ തുറക്കാൻ പാടില്ലാത്ത അവസ്ഥയാണ്. എന്ത് പറഞ്ഞാലും കടക്ക് പുറത്ത് എന്ന് മാധ്യമങ്ങളോട് ആദ്യം തന്നെ പറയുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു പോയി. എന്ത് ചെയ്യാനാണ്? ഇനിയെങ്ങാനും ഇവർ പറയുന്നത് ഈ നടത്തിക്കൂട്ടുന്ന തെമ്മാടിത്തരത്തെപ്പറ്റി എങ്ങാനും ആവുമോ എന്ന ചിന്ത ഗത്യന്തരമില്ലാതെ അലതല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികം മാത്രം. കാരണം അത്രയ്ക്കുണ്ട് മുഖ്യനും കുടുംബവും പാർട്ടിയും കൂടി കേരളത്തെ തിന്നുമുടിപ്പിക്കുന്നതിൻ്റെ തെളിവുകൾ. അപ്പോൾ പിന്നെ മാപ്രാക്കളെ പേടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പക്ഷേ ഇതിപ്പോൾ എന്തു പറഞ്ഞാലും ഒരുമാതിരി പുച്ഛം കൂടിക്കൂടി മൂപ്പർക്ക് വട്ടായോ എന്നുവരെ തോന്നിപ്പിക്കുന്ന പ്രവർത്തികൾ. ഇതിനെയൊക്കെ ഇരട്ടച്ചെങ്കൻ്റെ ധാർഷ്ട്യമെന്നല്ലാതെ മറ്റു പല പേരിട്ടും വിളിക്കേണ്ടി വരും. ആശയക്കുഴപ്പമുണ്ടാകാം, ആക്രോശിക്കാം, ആഞ്ഞു തുള്ളാം. പക്ഷേ വസ്തുതയില്ലാതാകില്ല. പിണറായി വിജയൻ്റെ മകൾ ഒരു വിവാദ കമ്പനിയിൽ നിന്ന് തെളിയിക്കാനാകാത്ത സേവനങ്ങളുടെ പേരിൽ കോടികൾ കൈപ്പറ്റിയിരിക്കുന്നു. ഒരു മറുചോദ്യവും ആ വസ്തുതയ്ക്ക് മറുപടിയാകില്ല. ഒരു ആരോപണവും ആ രേഖകൾക്ക് മറുപടിയാകില്ല. CPM എങ്ങനെയെല്ലാം ആർത്തു വിളിച്ചാലും ഈ വസ്തുതയായി തന്നെ മുഴച്ചു നിൽക്കും. വിജയൻ മാത്രമല്ല, CPM പഴയ CPM അല്ലെന്ന് തെളിഞ്ഞു. CPMന് അധികാരം വേണം, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ന്യായം, നീതി, നിയമം എന്നൊക്കെ പിണറായി വിജയനോട് ചോദിക്കാൻ ഇന്ന് ആ പാർട്ടിയിൽ ഒരു കുഞ്ഞു പോലും ശേഷിക്കുന്നില്ലെന്ന് അടിവരയിട്ട് തന്നെ പറയേണ്ടി വരും. എന്നാൽ ഒരു കാര്യം ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ മുന്നിലുള്ള തെളിവുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്കെതിരാണ്. അഴിമതിയുടെ ആൾരൂപമെന്ന് ഓരോ തെളിവും സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ നേതാവ് അഴിമതി ചെയ്യില്ലെന്ന് വിശ്വസിക്കാൻ എല്ലാ CPM അണികൾക്കും അവകാശമുണ്ട്. പക്ഷേ തെളിയിക്കണം. തെളിവുകൾ നിരത്താതെ തുടരുന്ന ഓരോ നിമിഷവും കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതികേടിൻ്റെ മുതലെടുപ്പാണ്. കേരളത്തിലെ ജനങ്ങളുടെ നിവൃത്തികേടിൻ്റെ വിളവെടുപ്പാണ്. CPM അണികളോടാണ്. തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നവരെ നിങ്ങൾക്ക് ആക്രമിക്കാം, ചീത്ത വിളിക്കാം, ചോദ്യം ചോദിക്കുന്നവരെ സംഘടിതമായി നേരിടാം. നിങ്ങളുടെ തലച്ചോറ് ആർക്ക് വേണമെങ്കിലും പണയം വയ്ക്കാം. പക്ഷേ കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും ബുദ്ധിക്ക് വില പറയരുത്.